വേഗമാർന്ന ഗതാഗത സംവിധാനങ്ങൾ ഏതൊരു ആധുനിക വികസിത സമൂഹത്തിൻ്റെയും നട്ടെല്ലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ യാത്രയ്ക്ക് നിലവിൽ 12 മുതൽ 14 മണിക്കൂർ വരെ എടുക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സ്ഥിതിവിശേഷം മാറേണ്ടത് അനിവാര്യമാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി 5 മുതൽ 6 മണിക്കൂറിനുള്ളിൽ തെക്കുനിന്ന് വടക്കുവരെ കൂടുതൽ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ എത്താൻ കഴിയണം. വന്ദേ ഭാരത് ഒരു പാഠമാണ്. സീറ്റ് ഓക്കുപ്പൻസിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ കേരളത്തിലോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളാണ്. കേരളിന്റെ DPR ഇന്ത്യൻ റെയിൽവേ അംഗീകരിക്കാതിരുന്നത് നമുക്ക് തടസ്സമായി. ഇന്ത്യൻ റെയിൽവേയുടെ അലൈൻമെന്റും ബ്രോഡ് ഗേജും ഉപയോഗിക്കാനായിരുന്നു ഒരു നിർദ്ദേശം. യാത്രാവണ്ടികൾക്കും ചരക്കുവണ്ടികൾക്കും ഒറ്റ പൊതുപാത എന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം. ലോകത്തെവിടെയും ഹൈസ്പീഡ് റെയിലിന് ബ്രോഡ് ഗേജ് ഉപയോഗിക്കുന്നില്ല. സ്റ്റാൻഡേർഡ് ഗേജാണ് പതിവ്. ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൽ ലോകത്തെവിടെയും യാത്രാ ചരക്ക് തീവണ്ടികൾക്കായി പൊതുപാതയില്ല. കേരളത്തിന്റെ നിലപാടിങ്ങനെ: നിലവിലെ റെയിൽപാതയിൽ 3ാമത്തെയും 4ാമത്തെയും ലൈനായി നിർമ്മിക്കുക എന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ല. റെയിൽവേ നിർമ്മിക്കേണ്ട പദ്ധതികൾക്ക് കേരള സർക്കാർ പണം മുടക്കുക എന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ റെയിൽവേയുടെ പിന്തുണയില്ലാതെ കേരയിൽ സാധ്യമല്ല. പുതിയൊരു പരിഹാരം അനിവാര്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് മുന്നിലൊരു മാതൃകയുണ്ട്. ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ട ഒരു മാതൃക: റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഇന്റർസിറ്റി യാത്രയെ ആധുനീകരിക്കുന്നതിൽ ഡൽഹി മീററ്റ് RRTS അനുകരണീയ ഉദാഹരണമാണ്. ആധുനികമാണ് രൂപകൽപ്പന. വേഗവും സുരക്ഷിതത്വവും RRTSന്റെ ആകർഷണീയതയാണ്. സ്റ്റാൻഡേർഡ് ഗേജാണ് റെയിൽ. അതുകൊണ്ട് നഗരങ്ങളിലെ മെട്രോ ട്രെയിൻ സർവീസുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാകും. ഡൽഹി RRTS മീററ്റ് മെട്രോയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ഉദാഹരണം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിന് അനുയോജ്യമാണ് RRTS. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാനാകും. നിലവിലെ കൊച്ചി മെട്രോയുമായും നിർദ്ദിഷ്ട തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിൽ സർവീസുകളുമായും അനായാസം ബന്ധിപ്പിക്കാനാകും. ഭാവിയിൽ കേരളത്തിൽ വരാവുന്ന മറ്റു മെട്രോ പദ്ധതികളുമായും ബന്ധിപ്പിക്കാനാകും. ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരേക്കും കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കും അന്തർ സംസ്ഥാന കണക്ടിവിറ്റിയും സാധ്യമാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കും കണക്ടിവിറ്റിയാകാം. തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടുന്ന തിരുവനന്തപുരം കൊച്ചി ട്രാവൻകൂർ ലൈൻ 2027 ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാൻ കഴിയും. തിരുവനന്തപുരം മെട്രോ 5 വർഷം കൊണ്ട് 2031 ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയും. 25 കിലോമീറ്ററാണ് ദൂരം. ഫേസ് 1Bയിൽ ഹൈസ്പീഡ് റെയിൽ ഓപ്പറേഷൻസിന്റെ ട്രാവൻകൂർ ലൈൻ നിർമ്മാണമാകാം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 259 കിലോമീറ്ററാണ് ഈ ഘട്ടത്തിൽ. 2027 ജനുവരിയിൽ തുടങ്ങി 2033 ഡിസംബറിൽ 7 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഫേസ് 2A തൃശൂരിൽ നിന്ന് ഷൊർണൂർ വഴി കോഴിക്കോട് വരെയാണ് മലബാർ ലൈൻ. ഈ 102 കിലോമീറ്റർ 2029 ജനുവരിയിൽ തുടങ്ങി 2034 ഡിസംബറിൽ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഫേസ് 2B മലബാർ ലൈൻ വികസിപ്പിക്കുന്നതിന് സമാന്തരമായി കോഴിക്കോട് മെട്രോ സർവീസ് കൂടി നിർമ്മിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിയും. 2029 ജനുവരിയിൽ തുടങ്ങി 2033 ഡിസംബറിൽ 4 വർഷം കൊണ്ട് പ്രവർത്തന സജ്ജമാക്കാനാകും. 20 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും കോഴിക്കോട് മെട്രോയ്ക്ക്. ഫേസ് 3A ഹൈസ്പീഡ് റെയിൽ ഓപ്പറേഷൻസിന്റെ കണ്ണൂർ ലൈൻ 89 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. കോഴിക്കോട്ട് നിന്ന് കണ്ണൂർ വരെയുള്ള ഈ ദൂരം 2030 ജനുവരിയിൽ തുടങ്ങി 2034 ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയും. ഫേസ് 4A കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കാസർഗോഡ് ലൈൻ 87 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. 2033 ജനുവരിയിൽ തുടങ്ങി 2036 ഡിസംബറിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈസ്പീഡ് റെയിൽ പാതയും
വിവിധ നഗരങ്ങളിലെ മെട്രോ സർവീസുകളും കണക്റ്റഡ് സർവീസുകളും അടങ്ങുന്ന RRTS പദ്ധതി 10 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകും. നവകേരള സൃഷ്ടിക്ക് RRTS ആശാവഹമായ പ്രതീക്ഷകളാണ് നൽകുന്നത്.